ഹായ് ഓൾ, 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 4ാമത്തെ യൂണിറ്റാണ് ലൈഫ് വിത്തിൻ ദി സീഡ്, വിത്തിനകത്തെ ജീവിതം. ഈ പാഠഭാഗത്തിൽ ഒരു സീഡിൽ നിന്ന് എങ്ങനെയാണ് ഒരു പ്ലാന്റായി മാറുന്നത്, ഡിഫറെൻറ്റ് ഫോംസും അതുപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസും ഇതിൽ പറയുന്നുണ്ട്. ഒരു വിത്ത് പറയുന്നുണ്ട്. വാട്ട് എ ബ്ലെസ്സിങ് ദാറ്റ് ഐ ഫെൽ ഓൺ ദി സോയിൽ. മണ്ണിൽ വീണത് വിത്തിനൊരു അനുഗ്രഹമായിട്ടാണ് വിത്ത് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ഐ ഓപ്പൺ മൈ ഐസ് വെൻ ഐ ഗോട്ട് വാട്ടർ. ഞാൻ മണ്ണിൽ വീണ സമയത്ത് ഞാൻ കണ്ണ് തുറന്നത് വെള്ളം കിട്ടിയപ്പോഴാണ്. വെൻ ഐ സ്പ്രൗട്ടഡ് ദ ഫസ്റ്റ് തിങ് ഐ സോ വാസ് എ സൺലൈറ്റ്. ഞാൻ മുളയ്ക്കാൻ തുടങ്ങിയപ്പോഴോ ഞാൻ ആദ്യം കണ്ടത് എന്താണ്? സൂര്യപ്രകാശമാണ്. പിന്നെ അടുത്തെന്താ പറയുന്നത്? ഐ ഗോട്ട് ഇനഫ് വാംത് ആൻഡ് കോൾഡ്. എനിക്ക് നല്ല ചൂടും തണുപ്പും ഒക്കെ കിട്ടിയിട്ടുണ്ട്. മെനി ഓഫ് മൈ ഫ്രണ്ട്സ് ഹാവ് നോട്ട് ബീൻ ഏബിൾ ടു സ്പ്രൗട്ട് യെറ്റ്. എൻ്റെ ഫ്രണ്ട്സിന് ഇന്നും എന്താണ് മുളയ്ക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. പിന്നെന്താ പറയുന്നത്? അഡ്വക്കേറ്റ് എയർ വാസ് അവൈലബിൾ വെർ ഐ ലേ. ഞാൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ എനിക്ക് ആവശ്യത്തിന് വായു കിട്ടാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഈ സീഡ് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ സീഡ് എന്താണ് നല്ല ഹാപ്പി ആയിട്ട് വളരുന്നുണ്ട്. അങ്ങനെ ഈ സീഡിൻ്റെ ജെർമിനേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ഒന്നാമത്തെ കാര്യം സോയിൽ അല്ലേ, 2 വാട്ടർ, മൂന്നാമത്തത് സൺലൈറ്റ്, പിന്നെന്താണ് വാം ആൻഡ് കോൾഡ് എന്ന് പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റാണ്. പിന്നെന്ത് വേണം? എയർ വേണം. ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് ജെർമിനേഷന് ആവശ്യമുണ്ട്. ഒരു ബോക്സ് കാണാം, ഫോർ സീഡ്സ് ടു ജെർമിനേറ്റ്. വിത്തിന് മുളയ്ക്കാൻ വേണ്ടിയിട്ട് എയർ, വാട്ടർ ആൻഡ് ഫേവറബിൾ ടെമ്പറേച്ചർ ആർ എസെൻഷ്യൽ ഫോർ ദ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. വായു, വെള്ളം, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള താപനില. ഇത് 3 എന്താണ്? സീഡ് മുളയ്ക്കാൻ വേണ്ടി ആവശ്യമാണ്. സൺലൈറ്റ് ആൻഡ് സോയിൽ ആർ റിക്വയർഡ് ഫോർ ദ ഗ്രൗത്ത് ആഫ്റ്റർ സ്പ്രൗട്ടിങ്. സൺലൈറ്റും അതുപോലെ മണ്ണും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? വിത്ത് മുളച്ചതിന് ശേഷമുള്ള അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ 5 കാര്യങ്ങൾ എന്താണ്? എസെൻഷ്യലാണ്, മറന്നു പോകാതിരിക്കുക. ഇനി ഇത് മാത്രം മതിയോ? പോരാ, എന്തും കൂടി വേണം. നല്ല മാനുവർ വേണം അല്ലേ, വളങ്ങൾ വേണം. നെക്സ്റ്റ്, ജെർമിനേഷൻ ഓഫ് സീഡ്സ്. Germination is a process of embryo inside the seed growing into a seedling under favorable circumstances. വിത്ത് മുളയ്ക്കുക എന്നുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ഭ്രൂണം വിത്തിൻ്റെ ഉള്ളിൽ നിന്ന് തൈയായി വളരുന്ന ഒരു പ്രോസസ്സിനെയാണ് ജെർമിനേഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ വിത്ത് മുളയ്ക്കൽ എന്ന് പറയുക. അതിന് എന്ത് വേണം? ഫേവറബിൾ ആയിട്ടുള്ള സർക്യൂംസ്റ്റൻസ് വേണം. നല്ല ടെമ്പറേച്ചർ വേണം, വെള്ളം വേണം, ഇതൊക്കെ വേണം. വാട്ടർ എൻറ്റേഴ്സ് ദ സീഡ് ത്രൂ ദ മൈന്യൂട്ട് പോസ് ഇൻ ദ സീഡ്. വിത്തിൻ്റെ ഉള്ളിലുള്ള ചെറിയ സുഷിരങ്ങളിലൂടെ വെള്ളം എന്താണ് വിത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കും. ദ സീഡ് സോക്സ് ആൻഡ് ഔട്ടർ കോട്ട് ബ്രേക്സ്. അങ്ങനെ സീഡ് എന്താണ് കുതിർന്ന് അതിൻ്റെ പുറമേ ഉള്ള തൊലി എന്താണ് ബ്രേക്കായിട്ട് പോരും. ദ എംബ്രിയോ ഇൻസൈഡ് ദ സീഡ് ഓൾസോ റെസ്പെയർ. അങ്ങനെ ഈ ഭ്രൂണം എന്താണ്, സീഡിൻ്റെ ഉള്ളിലുള്ള ഈ ഭ്രൂണം ശ്വസിക്കാൻ തുടങ്ങും. ഡ്യൂറിങ് ജെർമിനേഷൻ, മുളയ്ക്കുന്ന സമയത്ത് ദ റാഡിക്കൽ ഈസ് ഫസ്റ്റ് ടു കം ഔട്ട്. ഫസ്റ്റ് വരുന്നത് ആരാണ്? റാഡിക്കലാണ്. ഈ ചിത്രത്തിൽ കാണുന്നില്ലേ വെള്ള ഫസ്റ്റ് പുറത്തേക്ക് വരുന്ന സാധനം? റാഡിക്കൽ ഗ്രോസ് ഇൻ ടു ദ സോയിൽ ആൻഡ് ഫോംസ് റൂട്ട്. റാഡിക്കൽ എന്താണ്? താഴോട്ട് വളർന്നിട്ട് എന്താണ് മണ്ണിൽ നിന്ന് വളരും. എന്നിട്ട് എന്താണ് റൂട്ടായിട്ട് മാറുകയാണ് ചെയ്യുക. ദ പ്ലൂമ്യൂൾ ഈസ് എ പോർഷൻ ദാറ്റ് ഗ്രോസ് അപ്വേർഡ് ഫ്രം ദ എംബ്രിയോ. ഭ്രൂണത്തിൽ നിന്ന് മേലോട്ടേക്ക് വളരുന്ന പോർഷനാണ് പ്ലൂമ്യൂൾ എന്ന് പറയുന്നത്. താഴോട്ട് വളരുന്നത് റാഡിക്കലും, മേലോട്ട് വളരുന്നത് പ്ലൂമ്യൂളും. ദ പ്ലൂമ്യൂൾ ഗ്രോസ് ഇൻ ടു ദ സ്റ്റെം. പ്ലൂമ്യൂൾ എന്തായിട്ട് മാറും? സ്റ്റെമ്മായിട്ട് വളരും. ദ ജെർമിനേറ്റിംഗ് സീഡ് യൂസസ് ദ ഫുഡ് ഓഫ് ദ കോട്ടിലെഡൻ അണ്ടർ ദ ലീവ്സ് ഗ്രോത്ത് ഇനഫ് ടു ദ സിന്തസിസ് ഫുഡ്. അപ്പോൾ ലീഫ് വളരുന്നത് വരെ ഈ മുളച്ച ഈ സീഡിന് ആരാ ഭക്ഷണം കൊടുക്കുന്നത്? കോട്ടിലെഡനാണ്. ഓക്കെ, ഇനി ലീഫായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലീഫാണ് ഭക്ഷണം ഉണ്ടാക്കുക. അപ്പോൾ ഈ പ്രോസസ്സ് കണ്ടില്ലേ? ആദ്യം സീഡിന് ആവശ്യത്തിന് വെള്ളം ഈ ചെറിയ പോർക്കൂടി കിട്ടുന്ന സമയത്ത് അതിൽ നിന്ന് അതിൻ്റെ കോട്ട് പുറത്താവും. അങ്ങനെ മുളച്ചതിന് ശേഷം എന്താണ്? ഫസ്റ്റ് റാഡിക്കൽ എന്ന് പറഞ്ഞ പോർഷൻ പുറത്തേക്ക് വരും, അത് റൂട്ടായി മാറും. പിന്നെ മേലോട്ടേക്ക് പ്ലൂമ്യൂൾ എന്ന് പറഞ്ഞ പോർഷൻ വരും, അത് സ്റ്റെമ്മായി മാറും. കോട്ടിലൂടെ ഭക്ഷണം നൽകും, പിന്നെ ലീവ്സ് ഫോം ചെയ്യും. ഇത്രയാണ് ജെർമിനേഷൻ ഓഫ് സീഡ്സ്. ഇനി പുതിയൊരു കാര്യം പറഞ്ഞുതരാം. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
പ്ലാന്റ്സ് ഫോം ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കില്ല, വിത്തിൽ നിന്ന് മാത്രമായിരിക്കില്ല. ചില സമയത്ത് അത് റൂട്ടിൽ നിന്നും സ്റ്റെമ്മിൽ നിന്നും അതുപോലെ ലീഫിൽ നിന്നൊക്കെ ആയിരിക്കും ന്യൂ പ്ലാന്റ്സ് ഫോം ചെയ്യുക. അങ്ങനെയുള്ളതിനാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. പ്ലാന്റ്സ് ഫോം ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. അപ്പം സീഡിൽ നിന്ന് ഫോം ചെയ്യുന്നത്, സ്റ്റെമ്മിൽ നിന്ന് ഫോം ചെയ്യുന്നത്, ലീവ്സിൽ നിന്ന് ഫോം ചെയ്യുന്നത്, റൂട്ടിൽ നിന്ന് ഫോം ചെയ്യുന്നത്, ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. സീഡ് വഴി ആവുന്ന പ്ലാന്റ്സ് ആണ് മല്ലികച്ചെടി, പാഡി, പംകിൻ, ബിറ്റർ ഗാർഡ്, സ്നേക്ക് ഗാർഡ്, പീ, കോക്കനട്ട് ട്രീ. ഇനി സ്റ്റെമ്മ് വഴിയുള്ളതാണ് ക്രേപ്പ് ജാസ്മിൻ, നന്ദ്യാർവട്ടം, ടാപ്പിയോക്ക, ഹിബിസ്കസ്, ഷുഗർ കെയിൻ, റോസ്, മുരിങ്ങ, ജാസ്മിൻ. ലീവ്സ് ഇല കുഴിച്ചിട്ടുണ്ടെങ്കിൽ വളരുന്ന ബ്രയോഫില്ലം എന്ന് പറയും, അല്ലെങ്കിൽ ഇലമുളച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഏറ്റവും ഇല വെച്ചിട്ട് ഞാനൊക്കെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ബ്രെഡ് ഫ്രൂട്ട് ട്രീ, സാൻഡൽവുഡ് ട്രീ, അഞ്ജലി, നീം. ഇത്രയാണ് ഈ ടേബിൾ കേട്ടോ. ഇവിടെ ഈ ചുറ്റുപാട് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും പേരയ്ക്ക, അതുപോലെ തന്നെ കശുവണ്ടി, മാംഗോ, ഇതൊക്കെ എന്താണ് ഈ പക്ഷികൾ കൊണ്ട് നമ്മുടെ പരിസരത്ത് കൊണ്ടിടുന്നത് കാണാം. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും കഴിക്കില്ല, കാരണം എന്താണ് ഫ്ലഷി പാർട്ട് വേറൊരാൾ പക്ഷി കഴിച്ചത് കൊണ്ട് എന്താണ് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കില്ല. പക്ഷേ ഇത് എന്തിന് അനുകൂലിക്കും? വേറൊരു പേരയ്ക്കയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതിന് സഹായിക്കും. സിമിലർലി സീഡ്സ് ഡിസ്പേഴ്സൽ ഇൻ ഡിഫറെൻറ്റ് വേ ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡാപ്റ്റേഷൻ. അങ്ങനെ പല രീതിയിൽ ഈ പേരയ്ക്കൻ്റെ വിത്ത് വിൽക്കുന്നത് പോലെ പല രീതിയിൽ എന്താണ് സീഡ് ഡിസ്പേഴ്സൽ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സ്. ഇഫ് ഓൾ ദ സീഡ്സ് ഓഫ് എ പ്ലാന്റ് ജെർമിനേറ്റ് അറ്റ് ദ ബേസ് ഓഫ് ദ പ്ലാന്റ് ഇറ്റ് സെൽഫ്, they may not get sufficient soil, water, sunlight or mineral salts for their growth. എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സീഡ്സും എന്താണ് ഒരുമിച്ച് വളരുകയാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെന്താണ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള വെള്ളമോ മണ്ണോ സൺലൈറ്റോ മിനറൽ സോൾട്ട്സോ ഇതൊന്നും എന്താണ് വളരാൻ വേണ്ടിയിട്ട് കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഹെൻസ് സീഡ്സ് ആർ ടു ബി ഡിസ്പേഴ്സ്ഡ് ടു ഡിഫറെൻറ്റ് പ്ലേസസ്. അങ്ങനെയാവുന്ന സമയത്ത് സീഡ് എന്താണ് വേറെ വേറെ സ്ഥലത്തായിട്ട് ഡിസ്പേഴ്സ് ചെയ്യണം. ദിസ് എനബിൾഡ് പ്ലാന്റ് ടു റീച്ച് ആൻഡ് ഗ്രോ ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. ഈ കാരണം കൊണ്ട് എന്താണ് പ്ലാന്റ് പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ നട്ട് കുഴിച്ചിടുകയും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ അത് വളരുകയും ചെയ്യണം. ദ പ്രസൻസ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് അറ്റ് വൺ പ്ലേസ് ഈസ് ഓൾസോ ഡ്യൂ ടു സീഡ് ഡിസ്പേഴ്സൽ. എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ഒരേ സ്ഥലത്ത് വളരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ് സീഡ് ഡിസ്പേഴ്സൽ കാരണമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷി വന്നിട്ട് പലതരം ഫ്രൂട്ട് ഒരേ സ്ഥലങ്ങളിലായിട്ട് ഡിസ്പേഴ്സ് ചെയ്യുന്ന സമയത്ത് അവിടെ പലതരം പ്ലാന്റ്സ് ആയിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി സീഡ് ഡിസ്പേഴ്സ് ത്രൂ വാട്ടർ ആൻഡ് ബൈ ബേഴ്സ്റ്റിംഗ്. സീഡ് വെള്ളത്തിലൂടെ ഡിസ്പേഴ്സ് ആവുന്നതും അതുപോലെ തന്നെ പൊട്ടിത്തെറിച്ചിട്ട് ഡിസ്പേഴ്സ് ആവുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ഈ പിക്ചറിൽ മഹാഗണി, ലേഡീസ് ഫിംഗർ, അതുപോലെ തന്നെ കോക്കനട്ട്, ബാൽസം, ദ ബേർഡ് ഈറ്റിംഗ് ഫിഗ് ഫ്രൂട്ട്. ഒരു പക്ഷി എന്താണ് ഫിഗ് ഫ്രൂട്ട് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ പക്ഷിയാണ് ഡിസ്പേഴ്സലിന് സഹായിക്കുന്നത്. ഈ കോക്കനട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലൂടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഒഴുകി വരുന്ന സമയത്ത് എന്താണ് അവിടെ ഏത് സ്ഥലത്താണോ ലാൻഡ് ചെയ്യുന്നത് അവിടെ ഡിസ്പേഴ്സൽ സംഭവിച്ചിട്ട് അത് ആ സ്ഥലത്ത് മുളയ്ക്കുകയാണ് ചെയ്യുന്നത്. അഡാപ്റ്റേഷൻസ് ഫോർ സീഡ് ഡിസ്പേഴ്സലാണ്. എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ആണുള്ളത് സീഡ് ഡിസ്പേഴ്സ് ചെയ്യാനുള്ളത് എന്നുള്ളത്. ഒരു പക്ഷി ഈ സീഡ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഫ്രൂട്ട് കൊണ്ട് പോകുന്ന സമയത്ത് സീഡ്സിന് കുറച്ച് ഡിസ്പേഴ്സൽ ടെക്നിക്സ് വേണം. അതെന്തൊക്കെയാണ്? ഹൂക്സ് ടു സ്റ്റിക്ക് ഓൺ ടു ദ ബോഡീസ് ഓഫ് ആനിമൽസിൻ്റെ ബോഡീസിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റിയ ഹൂക്ക് എന്തെങ്കിലും വേണം. പിന്നെ ഗമ്മ്, പശയുള്ള ഒരു ഫ്രൂട്ടാണെന്നുണ്ടെങ്കിൽ ഇനി പോയിൻറ്റഡ് ടിപ്സ്, കൂർത്ത നുറുങ്ങുകൾ. ഇനി വെള്ളത്തിലൂടെ സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് പെക്യുലാരിറ്റീസ് വേണമല്ലോ. അതെന്തൊക്കെയാണ്? ദേ ക്യാൻ ഫ്ലോട്ട് ഓൺ വാട്ടർ. വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കാനുള്ള കഴിവ് വേണം. ദേ ഡോണ്ട് ഡീകേ ഈവൻ വെൻ ദേ ആർ ഇൻ വാട്ടർ ഫോർ എ ഫ്യൂ ഡേയ്സ്. കുറേ ദിവസങ്ങളോളം വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന സമയത്തും അതെന്താണ് വെള്ളത്തിൽ അലിഞ്ഞു പോകരുത്. ഈ രണ്ട് പെക്യുലാരിറ്റീസ് എന്താണ് വെള്ളത്തിലൂടെ സീഡ് ഡിസ്പേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സീഡിന് വേണം. ഇനി എയറിലൂടെ ആണെന്നുണ്ടെങ്കിൽ ആ സീഡിന് എന്തൊക്കെ അഡാപ്റ്റേഷൻ വേണം? ലൈറ്റ് സീഡ് ആയിരിക്കണം. കാരണം പാറി പോകാൻ വേണ്ടിയിട്ട് അതിന്
വെയിറ്റ് കുറവായിരിക്കണം. ഇനി ഹെയർ ലൈക്ക് പാർട്സ് ടു, അതിന് പറക്കാൻ വേണ്ടിയിട്ട് ഹെയർ ലൈക്ക് പാർട്സ് വേണം. ഇനി ത്രൂ വിൻഡ്, ത്രൂ വാട്ടർ, ത്രൂ ആനിമൽസ്, ബൈ ബേഴ്സ്റ്റിംഗ്, ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ അഡാപ്റ്റേഷൻ എന്ന് കാണിക്കുന്ന ഒരു ടേബിളുണ്ട്, അത് നോക്കാം. ഇനി ഈ ടേബിൾ ഫില്ല് ചെയ്യാം. ത്രൂ വിൻഡ് വഴി ഡിസ്പേഴ്സൽ നടക്കുന്നത് പപ്പൂസ്, മഹഗണിയാണ്. പപ്പൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അപ്പൂപ്പൻ താടി, അതിൻ്റെ അഡാപ്റ്റേഷൻ എന്താണ്? അപ്പൂപ്പൻ താടീൻ്റെ അങ്ങനെ ഡിസ്പേഴ്സൽ നടക്കാനുള്ള കാരണം അതിന് ലൈറ്റ് സീഡായിരിക്കും. അതിൻ്റെ വിത്ത് വളരെ ലൈറ്റായിരിക്കും, വെയിറ്റ് ഉണ്ടാവില്ല. ഹെയർ ലൈക്ക് പാർട്ട് ടു ഫ്ലൈ, അതിന് പറക്കാൻ വേണ്ടിയിട്ട് ഹെയർ ലൈക്ക് പാർട്സ് ഉണ്ടാവും. ഇനി മഹാഗണിക്കാണെന്നുണ്ടെങ്കിലും ലൈറ്റ് സീഡാണ്, ഹാവ് പാർട്ട് ടു ഫ്ലൈ, പറക്കാൻ വേണ്ടിയിട്ട് ഒരു പാർട്ട് അതിനുണ്ടാവും. ഇനി ത്രൂ വാട്ടർ, വെള്ളത്തിലൂടെ ഡിസ്പേഴ്സൽ നടക്കുന്നത് കോക്കനട്ടാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോട്ട് ഇൻ വാട്ടർ, വെള്ളത്തിൽ എന്താണ് അത് പൊങ്ങി നിൽക്കും. ഇനി ത്രൂ ആനിമൽസ് ആണ്, പക്ഷികൾ വഴിയോ അല്ലെങ്കിൽ മൃഗങ്ങൾ വഴി എങ്ങനെയാണ് പ്ലാന്റ്സ് ഡിസ്പേഴ്സ് ആവുന്നത്. അതിന് എഡിബിൾ ഫ്ലഷി പാർട്ട് ഉണ്ടാവും, കഴിക്കാൻ പറ്റുന്ന ഫ്ലഷ് ആയിട്ടുള്ള പാർട്സ് ഉണ്ടാവും. അതുകൊണ്ട് പക്ഷികളെന്താ അത് കടിച്ചു കൊണ്ടുപോകും അല്ലേ. പിന്നെ ഗമ്മുണ്ടാവും, പശ പോലെ ഉണ്ടാവും. ഈ ഗമ്മുള്ളത് കൊണ്ട് എന്താണ് പക്ഷികളുടെ മേലെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. പോയിൻറ്റഡ് ടിപ്സ്, പിന്നെ ഹൂക്സ് ടു സ്റ്റിക്സ്, എവിടെയെങ്കിലും ഒട്ടിപ്പിടിക്കാൻ വേണ്ടി ചെറിയ ഹുക്കുകളൊക്കെ ഉണ്ടാവും. ഇനി അത് വരുന്ന പ്ലാന്റ്സ് ആണ് ഫിക്കസ്, ജാക്ക് ട്രീ, ഗോവ ട്രീ, ആരോഗ്രാസ്. ഇനി ബൈ ബേഴ്സ്റ്റിംഗ്, പൊട്ടിത്തെറിച്ചിട്ട് ഡിസ്പേഴ്സൽ നടക്കുന്നത് പ്ലാന്റ്സ് ഏതൊക്കെയാണ്? ലാഡീസ് ഫിംഗർ, ബാൽസം. അതിൻ്റെ അഡാപ്റ്റേഷൻ എന്താണ്? ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ടാണ് അത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കൂടുന്നത്. ഇത്രയാണ് ഈ ടേബിൾ. നമ്മൾ പറഞ്ഞു വെള്ളത്തിലൂടെ, കാറ്റിലൂടെ, ആനിമൽസ് വഴി പൊട്ടിത്തെറിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്നത് പറഞ്ഞു. അതുപോലെ മനുഷ്യന് എന്തുണ്ട്? സീഡ് ഡിസ്പേഴ്സലിന് ഒരു റോളുണ്ട്. മാൻ ഓൾസോ ഹാസ് എ റോൾ ഇൻ ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സ്. സിൻസ് ആൻഷ്യൻറ്റ് ടൈംസ് വി ഹാവ് ബീൻ ക്യാരിയിങ് സീഡ്സ് with us to and fro during our travel to other countries and distant places. നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കോ വേറെ ഏതെങ്കിലും ദൂരെയുള്ള സ്ഥലത്തേക്കൊക്കെ പോകുന്ന സമയത്ത് പണ്ടത്തെ മനുഷ്യന്മാരാണ് കേട്ടോ, അവർ സീഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിരുന്നു. They are thus dispersed to different places and grow there. അവരെവിടെയാണോ പോകുന്ന ആ സ്ഥലത്ത് എന്താണ് സീഡ് ഡിസ്പേഴ്സ് ചെയ്യും, എന്നിട്ട് അവിടെ വളരാൻ അതിനെ അനുവദിക്കും. പൈനാപ്പിൾ, ടീ, ടാപ്പിയോക്ക, പപ്പായ, റബ്ബർ, കാഷ്യൂ നട്ട് എക്സെട്ര കെയിം ടു ഇന്ത്യ ഫ്രം ഫോറിൻ കൺട്രീസ് ഇൻ ദിസ് മാനർ. ഈ പറഞ്ഞ ഇത്രയും ഫ്രൂട്ടുകളൊക്കെ എന്താണ് ഫോറിൻ കൺട്രിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നതാണ്. ഇനി പൈനാപ്പിൾ, ടാപ്പിയോക്ക, ടൊമാറ്റോ, പൊട്ടാറ്റോ, ഗ്രീൻ ചില്ലി, ഗോവ, പപ്പായ, കോഫി, ഇതൊക്കെ എന്താണ് അമേരിക്കയിലാണ് ആദ്യം ഉണ്ടായത്. അങ്ങനെ ഈ മനുഷ്യന്മാർ ട്രാവൽ ചെയ്തുകൊണ്ട് ഇവിടെ എത്തിയതാണ് ഇന്ത്യയിൽ. ഇനി ടീ ഉൽപ്പാദിപ്പിച്ചത് ആരാണ്? ചൈനയാണ്. കാബേജ് യൂറോപ്പ്, റബ്ബർ, കാഷ്യൂ ട്രീ ബ്രസീൽ. വി യൂസ് ടു ബ്രിങ് സീഡ്സ് ഈവൻ ഫ്രം അതർ കൺട്രീസ് ആൻഡ് കൾട്ടിവേറ്റ് ഹിയർ. നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് സീഡ് കൊണ്ടുവരാൻ പതിവാക്കിയിരുന്നു. അതുപോലെ തന്നെ എന്താണ് അത് ഇവിടെ കൃഷി ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ടുഡേ ഇറ്റ് ഈസ് സീൻ ദാറ്റ് വി ഡിപ്പെൻഡ് ഓൺ അതർ സ്റ്റേറ്റ് ഫോർ മെയിൻലി ഓഫ് അവർ ഫുഡ് ഐറ്റംസ്. ആദ്യമൊക്കെ സീഡ് കൊണ്ടുവന്നിട്ട് കൾട്ടിവേറ്റ് ചെയ്യലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ് വേറെ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ഫുഡ് ഐറ്റംസ് ആയിട്ട് തന്നെ എന്താണ് കൊണ്ടുവരികയാണ്. അത്രയും നമ്മൾ മടിയന്മാരായിപ്പോയി എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ സ്വന്തമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യണം, നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടാവാം? ഡിഷസ് വിത്ത് ബെറ്റർ വെജിറ്റബിൾ, നല്ല വെജിറ്റബിൾസ് വെച്ചിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം. നോളജ് അബൌട്ട് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് വെജിറ്റബിൾ കൾട്ടിവേഷൻ, വെജിറ്റബിൾ കൾട്ടിവേഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജിനെ പറ്റി നമുക്ക് ബോധവാന്മാരാവാം. പെസ്റ്റിസൈഡ് ഫ്രീ വെജിറ്റബിളാണ്. മറ്റു രാജ്യക്കാർ എന്തൊക്കെ പെസ്റ്റിസൈഡ് യൂസ് ചെയ്യുന്നോ നമുക്കറിയില്ല, അതുകൊണ്ട് പെസ്റ്റിസൈഡ് ഇല്ലാതെ നമുക്ക് എന്താക്കാം ഭക്ഷണം കഴിക്കാൻ പറ്റും. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫിനാൻഷ്യൽ ഗെയിൻസ് ആണ്. കൃഷി ജോലിയില്ലാത്ത കുറേ ആൾക്കാർക്ക് എന്താണ് ജോലിക്ക് ഒരു വകയുണ്ടാക്കും. അതുപോലെ തന്നെ എന്താണ് ഫിനാൻഷ്യലായിട്ട് സാമ്പത്തികമായിട്ട് നമുക്ക് ഉപകാരപ്പെടും. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി ടേക്കൻ കെയർ ഓഫ് വൈൽ മേക്കിംഗ് എ വെജിറ്റബിൾ ഗാർഡൻ? ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? സീഡ് ഷുഡ് ബി ഹൈ ക്വാളിറ്റി, സീഡ് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. സോയിൽ ഷുഡ് ബി ഫെർട്ടൈൽ ആൻഡ് ഷുഡ് ഹാവ് ഗുഡ് ഡ്രെയിനേജ്. സോയിൽ മണ്ണും എന്തായിരിക്കണം നല്ല വളവെടുപ്പുള്ള വിളവ് തരാൻ കഴിയുന്ന സോയിലായിരിക്കണം. സൺലൈറ്റ് ഷുഡ് ബി അഡ്വക്കേറ്റ്, നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം സീഡ് കുഴിച്ചിടാൻ. സഫീഷ്യൻറ്റ് വാട്ടർ ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ, നന്നായിട്ട് വെള്ളം വേണം.
പ്രോപ്പർ മാനുവറിങ്, പെസ്റ്റ് കൺട്രോൾ, വീഡ് കൺട്രോൾ എക്സെട്ര ഷുഡ് ബി ടേക്കൻ കെയർ ഓഫ്. നന്നായിട്ട് വളമിടാൻ കഴിയണം. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കീടനാശിനികളൊന്നും പാടില്ല. വീഡ് കൺട്രോൾ, കളങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. ഇത്രയാണ് ഈ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ സീഡിനെ പറ്റിയും അതുപോലെ സീഡ് എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് നമ്മൾ പല രീതിയിൽ സീഡ് വളരുന്നതെന്നും നമ്മൾ കണ്ടുപിടിച്ചു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.